അല്ല, കൊച്ചി പഴയ കൊച്ചിയാണ്, ഷിയാസും പഴയ ഷിയാസാണ്. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ ദ്രോഹിച്ച ഒരു സർക്കാരിനെ ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ലോക ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ കൊച്ചിക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. ഈ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. കരിവേലപ്പടി ആശുപത്രിയിൽ പോയാൽ ഒന്നിൽ പാമ്പ് കടിക്കും, അല്ലെങ്കിൽ പട്ടി കടിക്കും. ജനം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയും ആ ജനപ്രതിനിധി ഭാഗമായിട്ടുള്ള സർക്കാരുമാണ് ഇത് ചെയ്യേണ്ടത്. This is a golden chance for you all to elect a good public representative. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100 സീറ്റിൽ 1 സീറ്റ് കൊച്ചിയിൽ നിന്നാണോ? ഉറപ്പായിട്ടും. സംശയം എന്താ? നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉള്ളത് കൊച്ചി നിയോജക മണ്ഡലത്തിലാണ്. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ മുഹമ്മദ് ഷിയാസ് പഴയ ഷിയാസ് ആണോ എന്ന് നമുക്ക് ചോദിക്കാം. ആണോ? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രെൻഡൊക്കെ? അല്ല, കൊച്ചി പഴയ കൊച്ചിയാണ്, ഷിയാസും പഴയ ഷിയാസാണ്. എങ്ങനെയുണ്ട് ഈ മണ്ഡലം? ഈ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ ദ്രോഹിച്ച ഒരു സർക്കാരിനെ ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. തുടർ ഭരണം കിട്ടിയ ഒരു സർക്കാരാണ്. തുടർ ഭരണം കിട്ടിയപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ മറന്ന് ജനങ്ങൾ കൊടുത്ത അധികാരം എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ആയുധമാക്കി ഉപയോഗപ്പെടുത്തിയ ഒരു സർക്കാരിനെതിരെ ജനം ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും നൽകുക. അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഇത്തവണ ഉണ്ടാകുക. ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ തവണ ജയിച്ചത് LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതിനു മുമ്പും LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഈ 10 വർഷക്കാലം LDFൻ്റെ മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ ആ സമയങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ഒന്ന്, കുടിവെള്ള പ്രശ്നമാണ്, അതിരൂക്ഷമാണ്. കാരണം ഇപ്പോൾ മാർച്ച് മാസം വേനലാണ്, ഏപ്രിലാകുമ്പോഴേക്കും അത് കഠിനമാകും, മെയ് മാസം പിന്നെ നമ്മൾ പറയണ്ട. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ കുടിവെള്ളത്തിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴി എല്ലാ വീടുകളിലും 3-4 ജാറെല്ലാം വാങ്ങി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ജാറിന് 50 രൂപ മുതൽ 60 രൂപ വരെ കൊടുക്കണം വെള്ളത്തിന്. അപ്പോൾ ഒരു മാസം അവർ എത്രായിരം രൂപയാണ് വെള്ളത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നത്, അവരുടെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ജനങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആളുകളല്ല. പിന്നെ എന്തിനാണ് ഭരണാധികാരികളുള്ളത്? സർക്കാർ എന്തിനാണ്? പിന്നെ 10 വർഷമായിട്ട് അപ്പോൾ ഇവിടെ യാതൊരുവിധ മാറ്റവും ഇല്ലെന്നാണ് പറയുന്നത്. ഒരു മാറ്റവും ഇല്ല, ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടില്ല, ഒരു തരത്തിലുള്ള മാറ്റം. അപ്പോൾ അത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഓരിവെള്ളം കയറുന്ന കാര്യത്തിലും ആളുകളുടെ വീടുകൾ കേടുപാട് വരുന്നു, വാഹനങ്ങൾക്ക് കേടുപാട് വരുന്നു. തീരദേശ ഹൈവേയുടെ കാര്യത്തിലുള്ള ഭയങ്കരമായ ആശങ്ക ഇരു സൈഡിലുള്ള ആളുകൾക്കുണ്ട്. ഇനിയും പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെ കടൽ ഭിത്തി സംരക്ഷിക്കാനുണ്ട്. ടൂറിസം, ലോക ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ കൊച്ചിക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. ലോകത്തിലെ എല്ലാ ടൂറിസ്റ്റുകളും കൊച്ചിയിൽ വരാത്ത ആളുകളല്ല, എല്ലാവരും കൊച്ചിയിൽ വരുന്ന ആളുകളാണ്. പക്ഷേ ഇന്ന് കൊച്ചിയിൽ വന്ന് നോക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ബീച്ചില്ല. ടൂറിസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായ ഒരു ബീച്ചിലൊക്കെ പോകും. നമുക്കിന്ന് ബീച്ചില്ല, ബീച്ചിൽ നടപ്പാതയില്ല, പുലിമുട്ടുകളെല്ലാം തകർന്നു കിടക്കുന്നു, ചീനവലകളില്ല. കഴിഞ്ഞ ദിവസം ഒരു വിദേശ വനിത വന്ന് ചീനവലയിൽ കയറി നിന്നപ്പോൾ ആ മരം 2ആയി അടർന്നു വീണ് ഒരു വെള്ളത്തിൽ വീണു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൂറിസത്തിൻ്റെ അവസ്ഥ. വളരെ വളരെ പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ. പിന്നെ 3 ആശുപത്രികൾ, ഈ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ജനങ്ങൾക്ക് ഒരു തരത്തിലൊരു സഹായം, പ്രത്യേകിച്ചും തീരദേശവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ്. അവർ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ്. വർഷത്തിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആളുകളല്ല. പല സമയത്തും കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ അവർക്ക് തൊഴിലിന് പോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള ഒരു സമയം കൂടിയാണ്. ലോകത്ത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ഒക്കെ വലിയ ഡിസ്കഷൻ നടക്കുന്ന ഒരു സമയത്ത് ഈ കടലോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സർക്കാരാണ്. അങ്ങനെയുള്ള ഏറ്റവും ദരിദ്രമായ ഒരു സമൂഹത്തിന് അവർക്കൊരു അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയാൽ അവിടെ ചികിത്സ കിട്ടുക. ആശുപത്രിയിൽ പോയാൽ, കരിവേലപ്പടി ആശുപത്രിയിൽ പോയാൽ ഒന്നിൽ പാമ്പ് കടിക്കും, അല്ലെങ്കിൽ പട്ടി കടിക്കും. ഇതിലേതെങ്കിലും ഒരു കടി ഉറപ്പാണ്. അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. അതാണ്. ഇവിടുത്തെ MLA പരോക്ഷമായി പരിഹസിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, MLA ഒന്നും ചെയ്തിട്ടില്ല. പരിഹസിക്കാൻ ഞാനല്ലല്ലോ പരിഹസിക്കുന്നത്. ഇവിടുത്തെ ജനത്തിൻ്റെ ഒരു വലിയ പരാതികൾ ഇത്തരത്തിലുള്ള പരാതികളാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? നമ്മുടെ ബേസിക് നീഡ്സ് വർദ്ധിപ്പിക്കണം, അത് നമുക്ക് കിട്ടണം. അത് ആരുടെയും ഔദാര്യമല്ല, അത് ഓരോരുത്തരുടെ അവകാശമാണ്. ഇപ്പം ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്നത് എന്തിനാണ്? ടാക്സ് പേയേഴ്സ് ആയത് എന്തിനാണ്? നമ്മൾ നികുതി കൊടുക്കുന്നത് സർക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്.
ഇപ്പം പാവപ്പെട്ടവന് ചികിത്സ കൊടുക്കാൻ പിന്നെ എന്തിനാ സർക്കാർ ആശുപത്രി എന്തിനാ? അല്ലെങ്കിൽ പിന്നെ സ്വകാര്യ ആശുപത്രി പോയാൽ മതിയില്ലേ? പാവപ്പെട്ടവൻ്റെ കയ്യിൽ പണമില്ല, 10,000 1,00,000 ഒക്കെ കൊടുത്ത് ചികിത്സ നടത്താൻ പണമില്ലാത്തതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ സർക്കാർ അത് ചെയ്യണം. സർക്കാർ അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് ആളുകൾ നികുതി കൊടുക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, കടലോര മേഖലയിലെ പ്രശ്നങ്ങൾ, ഈ ഉപ്പുവെള്ളം വീടുകളിൽ കയറുന്ന പ്രശ്നങ്ങൾ, ഈ തീരദേശത്തെ ഇപ്പം തീരദേശ റോഡുമായി ബന്ധപ്പെട്ടുള്ള ആകുലതകൾ, ഈ തീരദേശം ടെട്രാപാഡ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലകൾ കുറേ കൂടി ഫ്ലറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുക? ജനത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജനം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയും ആ ജനപ്രതിനിധി ഭാഗമായിട്ടുള്ള സർക്കാരുമാണ് ഇത് ചെയ്യേണ്ടത്. അവർ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുക? അങ്ങനെയുള്ള ആളുകളെ ജനം തിരസ്കരിക്കും, ഒരു സംശയവും വേണ്ട. അതിപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും, ആരാണെന്നുണ്ടെങ്കിലും തിരസ്കരിക്കും. അപ്പോൾ അതുകൊണ്ട് ജനം അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോകുന്നത്. അത് കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവനായി അത്തരത്തിലുള്ള ചിന്തകളുണ്ട്. അത് തീർച്ചയായും UDFന് അനുകൂലമാകുന്ന ഒന്നാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മളത് കണ്ടതാണ്. ജനങ്ങൾക്ക് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം സർക്കാരിനെ താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല. പക്ഷേ ഇത് സർക്കാരിനെ ഡയറക്റ്റ് താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. അത് ജനം വളരെ കൃത്യമായി വിധിയിടും, ഒരു സംശയം അക്കാര്യത്തിൽ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100 സീറ്റിൽ 1 സീറ്റ് കൊച്ചിയിൽ നിന്നാണോ? ഉറപ്പായിട്ടും. സംശയം എന്താ? കൊച്ചി എക്കാലത്തും UDFൻ്റെ ഒരു ഉരുക്ക് കോട്ടയാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് ഈ കഴിഞ്ഞ 2 ടേം നമുക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടത്. പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ, ചരിത്ര ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. താങ്കളുടെ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കലാണോ? തീർച്ചയായിട്ടും നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതാണ്. ഇത്രയധികം ബുദ്ധിമുട്ടേറുന്ന, പ്രത്യേകിച്ചും കടലും കായലും ഒക്കെ ആയിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് ജനങ്ങൾ 10,000-കണക്കിന് ആളുകൾ വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജനപ്രതിനിധിയായി നമ്മളിരിക്കുന്നത് എന്തിനാ? അപ്പോൾ അത് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്, സർക്കാരിനെ കൊണ്ട് സ്വീകരിപ്പിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഒരു വെള്ള ഭീഷണി, നമ്മുടെ കായലുകൾ മുഴുവൻ എക്കൽ വന്ന് അടിഞ്ഞു കിടക്കുക 2018 പ്രളയത്തിന് ശേഷമുണ്ടായ ഒരു സംഭവമാണ് ഈ എക്കലുകൾ വന്ന് അടിയുന്നത്. അത് നീക്കം ചെയ്യാനുള്ള ഒരു നടപടി. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഈ വർഷത്തിൽ 11 മാസവും ഒരു വെള്ളം കയറുകയാണ്. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വെള്ളം മുഴുവൻ കയറുന്നു, എക്കൽ വന്ന് അടിഞ്ഞു കിടക്കുന്നു. ഈ തീരദേശത്തും ഈ പറയുന്ന കായൽ പ്രദേശങ്ങളിലെല്ലാമുള്ള 100 കണക്കിന് ആളുകളാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഒന്ന് മത്സ്യം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി, കായലിൽ പോയി മത്സ്യം പിടിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവനോപാധികൾ തന്നെ ഇല്ലാതായി. അവർക്ക് എങ്ങനെ ഈ കായലിൽ പോകാൻ പറ്റും, വഞ്ചിയായിട്ട് പോകാൻ പറ്റും? ഈ എക്കൽ മുഴുവൻ വന്ന് അടിഞ്ഞു കിടക്കല്ലേ. അപ്പോൾ ആ എക്കൽ നീക്കം ചെയ്യാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടു കൂടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. അത് നീക്കം ചെയ്താൽ തന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ ഭീഷണി നമുക്ക് ഒഴിവായി കിട്ടും. ഈ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഉപജീവന മാർഗം ശരിയായി കിട്ടും. അങ്ങനെ വിവിധ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുത്തൻതോട് മുതൽ മനാശ്ശേരി വരെയുള്ള കടൽഭിത്തി നിർമ്മാണം, ആ കടൽഭിത്തി നിർമ്മാണം കഴിഞ്ഞാൽ നമുക്ക് ആ മേഖലകളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു ആശ്വാസമാണത്. കടൽ കയറാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ്. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇന്നുയർന്നിരിക്കുന്ന ആശങ്കകൾ, ഇപ്പോൾ വികസനത്തിൻ്റെ പേരിലാണ് ഭൂമി ഏറ്റെടുക്കുന്ന, വികസനത്തിനെതിരല്ല, ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ ആ ഏറ്റെടുക്കുന്ന ആളുകളുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഒരു വികസനം നടത്തുന്നതെങ്കിൽ അത് അപ്രായോഗികവും അശാസ്ത്രീയവുമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കും. ഞങ്ങൾ അത്തരത്തിലുള്ളൊരു സ്റ്റഡി നടത്തി UDF ആ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ പല പ്രദേശങ്ങളും തീരദേശ ഹൈവേ നാഷണൽ ഹൈവേ എല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ തീരദേശ ഹൈവേ എന്ന് പറയുന്നത് അപ്രായോഗികം. ഇപ്പോൾ ഫോർട്ട് കൊച്ചി വരെ വന്നിട്ട് പിന്നെ തീരദേശ ഹൈവേ, പിന്നെ അങ്ങോട്ടുള്ള കണക്ടിവിറ്റി എങ്ങനെ വൈപ്പിനിലേക്ക്? അതിന് സർക്കാരിന് മറുപടിയില്ല. ആ ഒരു കണക്ടിവിറ്റിയെക്കുറിച്ച് സർക്കാർ പറയുന്നില്ല. പല പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്ക് അനുകൂലമല്ല, അത് സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിനൊന്നും ഒരു കാരണവശാലും വഴങ്ങിക്കൊടുക്കുന്ന ആളുകളല്ല ഞങ്ങൾ. അത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാനും സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ആശുപത്രികളുടെ, ഇപ്പം ഞങ്ങൾ കുമ്പളങ്ങി, ചെല്ലാനം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ PHSC ഉണ്ട്, പഞ്ചായത്തുകളാണ്, ഗ്രാമപഞ്ചായത്തുകളാണ്. ഇപ്പോൾ ചെല്ലാനത്തെ PHSCയിൽ നിങ്ങൾ പോയാൽ അറിയാം, അവിടെ ഒരു തകർന്ന് വീടാറായ ഒരു കെട്ടിടത്തിൽ വീണ്ടും ലക്ഷക്കണക്കിന് രൂപ മുടക്കി റിനോവേഷൻ വർക്ക് നടത്തി. അവിടെ കുറേ ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ആ ഉള്ള സ്ഥലത്ത് ആളുകൾക്ക് നടക്കാനുള്ള ഒരു ചെറിയ വഴി മാത്രമേ ഉള്ളൂ. ഒരു കുടിസുമുറിയിലാണ് ഡോക്ടറും
ഒരു ഉദ്യോഗസ്ഥനും ഇരിക്കുന്നത്. അവിടെ ഒരാളും ചെല്ലുന്നില്ല. കാരണം അവിടെ ചെന്നാൽ തന്നെ ഇവരെ കാണാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. കുമ്പളങ്ങിയിലാണെങ്കിൽ ഒരു ഡോക്ടറേ ഉള്ളൂ, 100 കണക്കിന് രോഗികളുണ്ട്, പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങി ചെല്ലാനം, അതുപോലെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, കരുവേലിപ്പടി 3 സർക്കാർ ആശുപത്രികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ബൃഹത്തായ ആരോഗ്യ പരിപാലന പദ്ധതി കൂടി ഞങ്ങൾ തയ്യാറാക്കും. അത്തരത്തിലുള്ള കൺസെപ്റ്റാണ് ഞങ്ങൾ UDFനുള്ളത്. അത് ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതുണ്ട്, ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതുണ്ട്, യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതുണ്ട്. അത് പരമാവധി ഞങ്ങൾ ചെയ്യും. ഇപ്പോ ഇത്രയും പ്രചരണമൊക്കെ നടത്തിയിട്ട് കൊച്ചിയുടെ ഒരു റെസ്പോൺസ് എന്താണ്? ഇപ്പോൾ 2 തവണയും ഒരു സിറ്റിംഗ് MLA ആണല്ലോ ഓപ്പോസിറ്റ് മത്സരിക്കുന്നത്. അപ്പോൾ ഒരു ഭൂരിപക്ഷം ഒക്കെ കാണുന്നുണ്ടോ? എത്ര ഭൂരിപക്ഷത്തിലാണെന്ന്? അതൊക്കെ ഇവർ പറയും ഭൂരിപക്ഷമൊക്കെ ചരിത്ര ഭൂരിപക്ഷമായിരിക്കും. നമ്മളോടൊപ്പം ചേരുന്നത് തെലങ്കാനയുടെ മുൻ മന്ത്രിയായ രാജേന്ദ്ര റാവു ആണ്. എന്താണ് ഇവിടുത്തെ ഒരു റെസ്പോൺസ്, എങ്ങനെയാണ്? My name is Velchala Rajendra Rao. I have come from Telangana. I contested for Lok Sabha in the recent elections from Congress party. On the direction of my Chief Minister Revant Reddy and our IT and Industries Minister Sridhar Babu, I am asked to come to Kerala, Ernakulam area and support the Congress candidates. Since last 48 hours, I am there in Ernakulam. Since the time I got down at the airport and got into the taxi, I must have spoken to 50 people, and at least about 30 to 35 people told me Mr. Siaz is a very, very, very nice person. One comment about him is he's a very, very nice person. Second comment is he is the best serving DCC president ever. So if you elect him as MLA, he will be the best MLA in Kerala itself. So I appeal to Kochi constituency people to elect him with a good majority, that you will have a great public representative who is always concerned about people, who gives time, who is humble and who receives people nicely. So elect him, give him a chance. This is a golden chance for you all to elect a good public representative. Thank you very much. Thank you.